അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാവുക എന്ന തലക്കെട്ടോടുകൂടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ജീവിക്കുന്ന ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്ത്, ആ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് വ്യത്യസ്ത മതവിഭാഗങ്ങളും വ്യത്യസ്ത ആശയഗതിയിൽ വിശ്വസിക്കുന്നവരും ഭിന്നമായ ജീവിത വീക്ഷണങ്ങളുള്ളവരും ഒരുമിച്ച് ജീവിക്കുന്നു എന്നതാണ്. ലോകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ബഹുസ്വര സമൂഹമായി അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യം. പക്ഷേ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഭിന്നതകളെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വ്യത്യസ്ത മതവിശ്വാസികൾക്കിടയിലും ജനവിഭാഗങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന സൗഹാർദ്ദപരമായ സഹവർത്തിത്വത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ഈ രാജ്യത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം സമീപഭാവിയിൽ തന്നെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള അപകടകരമായ ചില സാഹചര്യങ്ങൾ മുൻനിർത്തി കണ്ടുകൊണ്ട് വംശീയതയെ ചെറുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് ബഹുജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ വൈവിധ്യങ്ങൾ റദ്ദ് ചെയ്യുക എന്നതാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടിസ്ഥാനപരമായി ലോകത്തെങ്ങുമുള്ള മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. അപരിമേയമായ വിഭവങ്ങളും നമുക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലാത്ത അത്യപൂർവമായ അനവധി അനുഗ്രഹങ്ങൾ കൊണ്ടും സമ്പന്നമാണ് മനുഷ്യർ അധിവസിക്കുന്ന ഭൂമിയും ഈ ഭൂമിയിലുള്ള വ്യത്യസ്ത ഭാഗങ്ങളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും. ഈ വിഭവങ്ങളും ഈ അനുഗ്രഹങ്ങളും ആർക്ക് അവകാശപ്പെട്ടതാണ് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നാം കണ്ണു തുറന്നു നോക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തും പ്രകൃതി സമ്പത്തും പ്രകൃതി വിഭവങ്ങളും അങ്ങനെ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലാത്ത അത്യപൂർവമായ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി ആർക്ക് അവകാശപ്പെട്ടതാണ് എന്നതാണ്
ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് വംശീയതയിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ നൽകുന്ന മറുപടി ഈ ഭൂമിയിലുള്ള വിഭവങ്ങളും സമ്പത്തും സൗകര്യങ്ങളുമെല്ലാം തന്നെ ഒരു പ്രത്യേക വംശത്തിൽ പിറന്നവർക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്, അവകാശപ്പെട്ടതാണ്, അവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. മനുഷ്യരിൽ ഒരു പ്രത്യേകമായ വംശത്തെ, ഒരു പ്രത്യേക ജാതിയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഉത്കൃഷ്ടമായ ഒരു ജനവിഭാഗമായി വിശേഷിപ്പിക്കുകയും ആ ജനവിഭാഗത്തിന് മാത്രം അനുഭവിക്കാനുള്ളതാണ് ഈ ഭൂമിയിലുള്ള വിഭവങ്ങളും സൗകര്യങ്ങളുമെന്ന് വാദിക്കുകയും ആ വംശത്തിന് പുറത്ത് ജീവിക്കുന്നവരെല്ലാവരും തന്നെ മൃഗങ്ങളെപ്പോലെയോ നാൽക്കാലികൾക്ക് സമാനമായ അവസ്ഥയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന നിലയിലോ ജീവിച്ച് ഉത്കൃഷ്ടത അവകാശപ്പെടുന്ന ഈ വംശത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വിനീത വിധേയ ദാസന്മാരെ പോലെ ജീവിക്കേണ്ടവരാണ് എന്നതുമാണ് വംശീയതയിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ പലപ്പോഴും സ്വീകരിച്ച നിലപാട്. ഈ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ ഭരിക്കുന്ന സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം. ഈ ഭൂമിയിലുള്ള സൗകര്യങ്ങളും വിഭവങ്ങളും മനുഷ്യരെന്ന അർത്ഥത്തിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മനുഷ്യർക്കിടയിൽ ജാതിയുടെ പേരിലും വംശത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രം അനുഭവിക്കാനുള്ളതാണ് ലോകമെന്ന വാദം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ലോകത്ത് മതപ്രവാചകന്മാരെല്ലാവരും തന്നെ മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതായിരുന്നു. ഈ ലോകം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നും മനുഷ്യരെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നും ദൈവം മനുഷ്യരെ വലത്തത് കറംന ബനി ആദം, മനുഷ്യവംശത്തെ ഒന്നടക്കം ദൈവം ആദരിച്ചിരിക്കുന്നു എന്നും മനുഷ്യരെ സവിശേഷമായ ഒരു സൃഷ്ടിയെ ആദരിച്ചു എന്നല്ല, സവിശേഷമായ ഒരു വിഭാഗത്തെ ആദരിച്ചു എന്നല്ല, വലഖദ് കറംന ബനി ആദം, ആദമിന്റെ സന്തതികളായ മനുഷ്യരെ മുഴുവനും തന്നെ ദൈവം ആദരിച്ചിരിക്കുന്നു എന്നും ആ മനുഷ്യർക്കിടയിൽ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, മുഴുവൻ മനുഷ്യരെയും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങളുണ്ട്, നിങ്ങൾക്കിടയിൽ വിവിധ ഗോത്രങ്ങളുണ്ട്, വിവിധ ജനവിഭാഗങ്ങളുണ്ട്. ഈ വിവിധ ജനവിഭാഗങ്ങളുടെയും വൈവിധ്യങ്ങളുമെല്ലാം തന്നെ ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ മാത്രമാണ് എന്നും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, എന്നാൽ ദൈവത്തിൻ്റെ പക്കൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയോടുകൂടി ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ദൈവത്തെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നും പഠിപ്പിക്കുകയാണ് മതപ്രവാചകന്മാർ ചെയ്തത്. അന്നാസു സവാസിയത്തും കഅസ്നാനിൽ മിഷ്ത്, മനുഷ്യൻ ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. ലാ ഫദ്ല ലി അറബിയ്യൻ അലാ അജമിയ്യൻ വലാ ലി അസ്വദ അലാ അബിയൽ ഇല്ലാ ബിത്തഖ്വ, അറബിക്ക് അനറബിയെക്കാളോ കറുത്തവന് വെളുത്തവനെക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. മനുഷ്യന്റെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനം മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന നിലപാട് മാത്രമാണ്. ആരാണ് ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും ഉദാത്തമായ ജീവിതം നയിക്കുന്നവൻ, അവൻ മാത്രമാണ് മനുഷ്യർക്കിടയിൽ കൂടുതൽ പരിഗണന അറിയിക്കുന്നത് എന്നും പറഞ്ഞ് ജാതിയുടെയും വംശത്തിൻ്റെയും ദേശത്തിൻ്റെയും പേരിൽ മനുഷ്യർക്കിടയിൽ മതിൽ കെട്ടി
അവരെ വിഭജിച്ച് സവിശേഷമുള്ള ഒരു ജാതിക്ക് അവകാശപ്പെട്ടതാണ്, ഒരു വംശത്തിന് അവകാശപ്പെട്ടതാണ് ഈ ലോകമെന്ന വാദഗതിയെ നിരാകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടുമാണ് ചരിത്രത്തിൽ എല്ലാ മതപ്രവാചകന്മാരും കടന്നു വന്നത്. മതപ്രവാചകന്മാർ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് പുലർത്തിയ, മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിച്ച ആശയം ഇതായിരുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രാജ്യത്തേക്ക് സെൻട്രൽ ഏഷ്യയിൽ നിന്ന്, മധ്യേഷ്യയിൽ നിന്ന് ഈ രാജ്യത്തേക്ക് ഒരു വിഭാഗം കടന്നു വരികയുണ്ടായി. ആ വിഭാഗം കടന്നു വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ ഒരുപാട് ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ജനവിഭാഗങ്ങളെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹാരിതയാർന്ന ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ സൈന്ധവ നദീതീരങ്ങളിൽ പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നു. ആ സംസ്കാരമാണ് ചരിത്രത്തിൽ സൈന്ധവ സംസ്കാരം എന്ന പേരിലും മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്ന മഹത്തായ ഒരു സംസ്കാരം. ആ സംസ്കാരത്തിന്റെ പൈതൃകങ്ങൾ പേറി നടക്കുന്ന ജനവിഭാഗങ്ങളായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഈ രാജ്യത്തേക്ക് മധ്യേഷ്യയിൽ നിന്നും വിദേശികളായ ഒരു പറ്റം ആര്യന്മാർ കടന്നു വരികയുണ്ടായി. ആര്യന്മാരുടെ കൈവശം ഏതോ കാലഘട്ടത്തിലെ മതപ്രവാചകന്മാർ അവശേഷിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ചില ഏടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മതപ്രവാചകന്മാരുടെ പാത പിന്തുടരുന്നതിന് പകരം അവർ തങ്ങളുടേതായ ഒരു സംസ്കാരത്തിന് മനുഷ്യവിരുദ്ധമായ, മതങ്ങളുമായി ഒരർത്ഥത്തിലും യോജിക്കാത്ത, ദൈവപ്രോക്തമായ ആശയങ്ങളുമായി ഒരർത്ഥത്തിലും ഒത്തുപോകാത്ത, മനുഷ്യവിരുദ്ധമായ, മലിനമായ ഒരു സംസ്കാരത്തിന് അവർ ഈ രാജ്യത്തെ അടിത്തറയിടുകയുണ്ടായി. ആ സംസ്കാരമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വേദിക് സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആര്യവംശീയതയിൽ അധിഷ്ഠിതമായ സംസ്കാരം. ആ സംസ്കാരം ഇന്ത്യ എന്ന് പറയുന്ന ചരിത്രത്തിൽ മനോഹാരിതയാർന്ന ഒരു സംസ്കാരം സംഭാവന ചെയ്ത ഈ രാജ്യത്തേക്ക് വിദേശത്ത് നിന്നും കടന്നു വന്ന ആര്യന്മാര്, ആര്യവംശീയതയിൽ വിശ്വസിക്കുന്ന, അവരിൽ തന്നെയുള്ള സവിശേഷമായ ഒരു വിഭാഗത്തെ, ബ്രാഹ്മണരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഉത്കൃഷ്ട പൗരന്മാരായി വിശേഷിപ്പിക്കുന്ന ഒരു സംസ്കൃതിക്ക് ഇന്ത്യയിൽ അടിത്തറ പാവുകയുണ്ടായി. ആ സംസ്കാരം മനുഷ്യരെ ജാതികളായി തരംതിരിച്ചു. ദൈവത്തിന്റെ സൃഷ്ടികളാണ് മനുഷ്യരെന്ന, മനുഷ്യരെല്ലാവരും തന്നെ ദൈവത്തിന്റെ ഉൾക്കിട്ടരായ സൃഷ്ടികളാണ് എന്നും മനുഷ്യരെ മുഴുവനും തന്നെ ദൈവം ആദരിച്ചിരിക്കുന്നു എന്നുമുള്ള മതത്തിന്റെ സന്ദേശങ്ങളെ കടപിഴക്കി എറിഞ്ഞുകൊണ്ട് ദൈവം തന്നെ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്ത തട്ടുകളായിട്ടാണ് എന്നും ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഉൾക്കിട്ട ജനവിഭാഗമാണ് ബ്രാഹ്മണരെന്നും ദൈവത്തിന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു ജനവിഭാഗമാണ് ക്ഷത്രിയരെന്നും ദൈവത്തിന്റെ തുടയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് വൈശ്യരെന്നും ദൈവത്തിന്റെ പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ശുദ്ധരെന്നും ദൈവത്തിന്റെ പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ ജനവിഭാഗം ഒന്നിനും പറ്റാത്ത മറ്റുൾക്കിട്ട ജനവിഭാഗങ്ങളെ സേവിച്ച് ജീവിക്കേണ്ടവരാണ് എന്നും അവർ വാദിക്കുകയുണ്ടായി. ഈ ശുദ്ധർക്കും താഴെ മനുഷ്യരെന്ന് പോലും വിശേഷിപ്പിക്കാൻ സാധ്യമല്ലാത്ത, പഞ്ചവർ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇന്ന് ദളിതുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട് എന്നും അവർ മനുഷ്യരുടെ കാറ്റഗറിയിൽ പോലും അവരെ എണ്ണാൻ സാധ്യമല്ല എന്നും പറഞ്ഞ് വളരെ വൃത്തികെട്ട ഒരു സംസ്കാരത്തിന് അടിത്തറ പാവുകയുണ്ടായി. ഈ സംസ്കാരമാണ് ചരിത്രത്തിൽ വേദിക് സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്കാരം. ഈ സംസ്കാരത്തിന് വേദങ്ങളുമായി ബന്ധമില്ല. ഈ സംസ്കാരത്തിന് ദൈവപ്രോക്തമായ ആശയങ്ങളുമായി ബന്ധമില്ല. മറിച്ച് ഇന്ത്യയിൽ ഏതോ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മനുഷ്യരെ മുഴുവനും തന്നെ തങ്ങളുടെ ആജ്ഞാനുസാരികളും അടിമകളുമാക്കി മാറ്റി ഈ ലോകത്തുള്ള ഇന്ത്യയിലുള്ള വിഭവങ്ങൾ മുഴുവനും തന്നെ തങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നും അനുഭവിക്കാനുള്ളതാണ് എന്നും വിശ്വസിച്ച സവർണ മാഡമ്പിമാരുണ്ടാക്കിയ ഒരു സംസ്കൃതിയാണ് ഈ സംസ്കൃതി. ഈ
സംസ്കൃതി ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചത് എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ചരിത്രം നാം ഇന്ന് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ മനോഹാരിതയാർന്ന ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വ്യത്യസ്ത ജനവിഭാഗങ്ങളെല്ലാം തന്നെ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെ വൈവിധ്യങ്ങളോടൊപ്പം തന്നെ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഒരു ഇന്ത്യയെ കുറിച്ച് ഇന്ന് ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ സഹോദരന്മാരെ, സഹോദരിമാരെ, 100 വർഷം മുമ്പ് വരെയുള്ള ഇന്ത്യയുടെ ചിത്രം എന്തായിരുന്നു? നമ്മുടെ കേരളത്തിന്റെ ചിത്രം എന്തായിരുന്നു? നമ്മുടെ കേരളം സാംസ്കാരികമായി പുരോഗതി പ്രാപിച്ച, വൈജ്ഞാനികമായി പുരോഗതി പ്രാപിച്ച ഒരു സംസ്കൃതി എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ രാജ്യത്ത് വരെ, നമ്മുടെ സംസ്ഥാനത്ത് വരെ ജാതീയതയുടെ കൊടിയ പീഡനങ്ങൾ കാരണം താഴ്ന്ന ജാതിക്കാരെ മൃഗങ്ങളെക്കാളും താഴ്ന്ന പടിയിൽ ജീവിച്ച ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരുന്നു. ഞാൻ ഈ ചരിത്രം ഇവിടെ പറയേണ്ടി വരുന്നത്, വംശീയത ഒരു ജനതയെ, ഒരു നാടിനെ എങ്ങനെയാണ് ഏറ്റവും മലീമസമായ വികൃതമായ ഒരു രൂപത്തിൽ കൊണ്ടുചെന്നെത്തിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ചരിത്രം. 100 വർഷം മുമ്പ് വരെയുള്ള ഇന്ത്യയിൽ, 100 വർഷം മുമ്പ് മാത്രമല്ല, ഇന്നും നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഇന്ത്യയുണ്ട്. നിങ്ങൾക്കറിയുന്ന ഇന്ത്യ, നാം ഒക്കെ ജീവിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ രൂപം വംശീയതയുടെയും ഭ്രാന്തമായ ജാതീയതയുടെയും യഥാർത്ഥ രൂപം തിരിച്ചറിയണമെങ്കിൽ യോഗി ആദിത്യനാഥൻ എന്ന് പറയുന്ന ഒരു സവർണൻ ഭരിക്കുന്ന യുപിയുടെ ഉള്ളറകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കണം. ബീഹാറിന്റെയും ഉത്തരാഖണ്ഡിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെയും ഉള്ളറകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് 100 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വികൃതമായ ആ ഇന്ത്യയുടെ തന്നെ തനി ആവർത്തനങ്ങള് ഇന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴ്ന്ന ജാതിയിൽ പറന്നവനെ മനുഷ്യരായി പരിഗണിക്കാത്ത അവനൊരിക്കലും തന്നെ വിദ്യ അഭ്യസിക്കാൻ പാടില്ല, സമ്പത്ത് സമ്പാദിക്കാൻ പാടില്ല. അവന്റെ സമ്പത്ത് മുഴുവനും തന്നെ ഉൾക്കെട്ട ജാതിയിൽ പറന്നവൻ അനുഭവിക്കാനുള്ളതാണ്. താഴ്ന്ന ജാതിക്കാരൻ വിദ്യ അഭ്യസിക്കാൻ പാടില്ല, വേദം കേൾക്കാൻ പോലും പാടില്ല. കേട്ടുപോയാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. അവനെങ്ങാനും ഉയർന്ന ജാതിയിൽ പിറന്നവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് എങ്കിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു പോയതിന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങണം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നിച്ച് ഒരേ പന്തലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒരേ വഴിയിൽ സഞ്ചരിക്കാൻ പാടില്ല. മൃഗങ്ങൾ പോലും സഞ്ചരിക്കുന്ന വഴിയിൽ, സവർണ തമ്പുരാക്കന്മാർ സഞ്ചരിക്കുന്ന പൊതുവഴിയിലൂടെ മൃഗങ്ങൾക്ക് സഞ്ചരിക്കാം, നായകൾക്കും പശുവിനും പൂച്ചകൾക്കും സഞ്ചരിക്കാം. പക്ഷെ താഴ്ന്ന ജാതിയിൽ പറന്നവന് സഞ്ചരിക്കാൻ പാടില്ല. അവൻ ഉണ്ടാക്കുന്ന സ്വത്ത് മുഴുവനും തന്നെ സവർണ തമ്പുരാക്കന്മാർക്ക് അനുഭവിക്കാനുള്ളത്. എന്തിനധികം താഴ്ന്ന ജാതിയിൽ പറന്ന സ്ത്രീകൾക്ക് പോലും അവരുടെ മാറു മറക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. അവരുടെ ശരീരം സവർണ തമ്പുരാക്കന്മാരുടെ നയന സുഖത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് തുടങ്ങി ഒരുപക്ഷെ ഇതുപോലെയുള്ള പൊതുവേദിയിൽ ഇത്ര പരസ്യമായി സംസാരിക്കാൻ പോലും സാധ്യമല്ലാത്ത 100 കൂട്ടം വൃത്തികേടുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇത്തരം ഒരു സംസ്കൃതി ഇവിടെ ഉണ്ടായത് വംശീയതയുടെ പേരിൽ ഉണ്ടായതാണ്. ഒരു പ്രത്യേക സമുദായത്തിന്, ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇവിടെയുള്ള വിഭവങ്ങളെന്നും ആ ജനവിഭാഗത്തിന്റെ ആജ്ഞാനുസാരികളും വിനീത വിധേയ ദാസന്മാരും അടിമകളുമായി ജീവിക്കേണ്ടവരാണ് മറ്റനേകം ജനവിഭാഗങ്ങൾ എന്നും പറയുന്ന വംശീയ ആശയമാണ് ഇത്രമാത്രം വൃത്തികെട്ട ഒരു സംസ്കാരത്തിന് ഇവിടെ അടിസ്ഥാനപരമായി ബീജാവാപം നൽകിയത്.
ഇത് ഇന്ത്യയുടെ മാത്രം ചരിത്രമല്ല. ലോകത്ത് വംശീയത സമാനമായ സാഹചര്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സൃഷ്ടിച്ചിരുന്നു എന്നുകൂടി നാം അനുബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വെള്ളക്കാരൻ വെള്ളവംശത്തിൽ പിറന്നവന് മാത്രം അനുഭവിക്കാനുള്ളതാണ് ഈ ലോകമെന്ന് വിശ്വസിച്ചപ്പോഴാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെയും ദുർബല രാഷ്ട്രങ്ങളിലേക്ക് അവൻ കടന്നു വന്നിട്ട് ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ലാറ്റിൻ അമേരിക്കക്കാരനും സാംസ്കാരികമായി മനുഷ്യരെന്ന ശ്രേണിയിൽ പെട്ടവരല്ല എന്നും അവരെക്കാൾ ഉന്നതനായ ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നും പറഞ്ഞ് ലോക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആഫ്രിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് അടിമകളെ വെള്ളക്കാരെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വെള്ളക്കാരെ 16, 17, 18 നൂറ്റാണ്ടുകളിൽ തങ്ങളുടെ വയലേലകളിലും അതുപോലെ തന്നെ തങ്ങളുടെ വ്യവസായശാലകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പണിയെടുക്കാൻ വേണ്ടി കറുത്തവരായ മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ഈ മനുഷ്യരെ അവരാരും മനുഷ്യരായി പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കറുത്തവരായ ആളുകളെ അടിമകളാണ്. അടിമകൾ എന്ന ഈ മനുഷ്യർ മനുഷ്യരല്ല, മറിച്ച് അവരെന്നാല് ഒരു വസ്തു മാത്രമാണ്. ആ വസ്തു എന്ന അർത്ഥത്തിൽ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ലക്ഷക്കണക്കിന് അടിമകളെ പലരും തന്നെ അവര് വയലേലകളിൽ തളർന്ന് പിടഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. ചില ആളുകൾ അടിമ ചന്തകളിൽ വിൽപ്പനക്ക് വെച്ചപ്പോൾ വെയിലേറ്റുകൊണ്ടും മരം കോച്ചുന്ന തണുപ്പേറ്റുകൊണ്ടും അത് മരവിച്ചു മരിക്കുകയുണ്ടായി. മറ്റനേകം അടിമകള് വെള്ളക്കാരുടെ ചാട്ടവാറിന്റെ പ്രഹരമേറ്റുകൊണ്ട് ഭീകരമായി പീഡനത്തിന് വിധേയരാവുകയുണ്ടായി. ഇത്തരം ചരിത്ര സാഹചര്യത്തിലെല്ലാം തന്നെ മനുഷ്യർ ഈ ലോകം വെള്ളക്കാർക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കറുത്തവർ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് വെള്ളക്കാരെ ജീവിച്ചത്. ഇന്ത്യയിൽ നിലനിന്ന ജാതി പീഡനത്തിന് സമാനമായ സ്വഭാവത്തിലുള്ള വംശീയത ലോകത്തിന്റെ വിവിധ മേഖലകളിലെ വർണ്ണത്തിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളുടെ പേരിലും നിലവിലുണ്ടായിരുന്നു എന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഈ സംഭവങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തെ, ഇങ്ങനെയുള്ള മലിനമായ വൃത്തികെട്ട ഒരു സംസ്കൃതിയെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായി ചോദ്യം ചെയ്ത ഒരാശയം എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്. ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ നിലനിന്ന ജാതി പീഡനത്തിന്റെയും വംശീയ ഉന്മൂലനത്തിന്റെയും ഈ വൃത്തികെട്ട ഒരു ചരിത്ര സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. ഇസ്ലാം മനുഷ്യരെ കൂട്ടുപിടിക്കുകയുണ്ടായി. മനുഷ്യരെ മുഴുവനും തന്നെ ഒന്നിച്ച് അവരെല്ലാവരും തന്നെ മനുഷ്യരാണ് എന്നും അതുകൊണ്ട് തന്നെ വലഖദ് കറംനാ ബനീ ആദം എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവം ആദരിച്ചിരിക്കുന്ന മനുഷ്യരെന്ന അർത്ഥത്തിൽ ഇവരെല്ലാവരും തന്നെ മനുഷ്യത്വത്തിന്റെ സമതലത്തിൽ ഒരേപോലെ ജീവിക്കുന്നവരാണ് എന്നും അവർക്കിടയിൽ വിവേചനം പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം ഇവിടെ എത്തിയതാണ് സവർണ തമ്പുരാക്കന്മാരുടെ ഉറക്കം കെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്ന്. ഇസ്ലാം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതീയതക്കും വംശീയ മേൽക്കോയ്മക്കും സവർണ മാഡംബിമാരുടെ തോന്നിവാസങ്ങൾക്കുമെതിരെ മനുഷ്യരുടെ പക്ഷം ചേർന്നുകൊണ്ട് ഇസ്ലാമിന്റെ വിശുദ്ധ ആശയങ്ങളിലൂടെ പ്രസരിച്ചപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തെ താഴ്ന്ന ജാതിയിൽ പിറന്നവരും ഈ രാജ്യത്തെ മനുഷ്യരായി പരിഗണിക്കപ്പെടാത്തവരുമെല്ലാം തന്നെ ഇസ്ലാമിന്റെ ശാന്തി തീരങ്ങളിൽ അഭയം കണ്ടെത്തി. ഇന്നും ഇസ്ലാമിനോട് സവർണ തമ്പുരാക്കന്മാർക്കും RSSനും സംഘപരിവാറിനും ഏറ്റവും വലിയ
അലിപ്പുണ്ടാവാനുള്ള ചരിത്രപരമായ കാരണം പരതുമ്പോൾ ഇസ്ലാമിന്റെ ഈ ഒരു പങ്കിനോടുള്ള അരിശം കൂടിയാണ് അതിന്റെ കാരണമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിനെ കുറിച്ചാണ് സംഘപരിവാർ സംസാരിക്കുന്നത്. ചരിത്രത്തിൽ അവര് ജാതികളായി മനുഷ്യരെ തരംതിരിച്ച് മറ്റനേകം മനുഷ്യരെ തങ്ങളുടെ അടിമകളാക്കി മാറ്റി അവരുടെ അധ്വാന ശേഷിയും ക്രയവിക്രയ ശേഷിയും സമ്പത്തും അവരുടെ വിഭവങ്ങളുമെല്ലാം തന്നെ കൊള്ളയടിച്ചിട്ടാണ് ഇവിടെ ഒരു വേദിക് സംസ്കാരത്തിന് അടിത്തറവാകിയത് എങ്കിൽ ആ സംസ്കാരമൊക്കെ ചരിത്രത്തിൽ നിന്ന് നിഷ്പ്രഭമാവുകയും തിരോഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇവിടെ കോളനി ശക്തികളായ വല്ല യജമാനന്മാര് ഈ രാജ്യത്തെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു ചരിത്ര സാഹചര്യത്തിൽ അതിനെതിരായുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ കനലുകൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ആളിക്കത്തുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ RSS എന്ന് പറയുന്ന ഒരു സർവർണ പ്രസ്ഥാനത്തിന് രൂപം കൊള്ളുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആശയം എന്തായിരുന്നു? ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ചരിത്രഘട്ടത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഇന്ത്യക്കാരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പോരാടേണ്ട ഒരു ചരിത്ര സാഹചര്യത്തിൽ RSS എന്ന് പറയുന്ന സംഘപരിവാറിന്റെ അടിസ്ഥാന ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവരുടെ ഒന്നാം നമ്പർ ശത്രുവായി മുസ്ലിങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയുണ്ടായി. എന്താണ് മുസ്ലിങ്ങൾ ഇവിടെ ചെയ്ത തെറ്റ്? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പടക്കളത്തിൽ ഉറച്ചു നിന്ന് പോരാടിയ ഒരു പാരമ്പര്യമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല, ഞാൻ പൊന്നാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം പൊന്നാനിയിലെ മഖ്ദൂമുമാരെ കുറിച്ച്. ബ്രിട്ടീഷുകാർ വരുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1498 വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന മറ്റൊരു വംശീയ മേധാവി വെള്ളക്കാരന് വിഭവങ്ങൾ തേടിക്കൊണ്ട് വെള്ളക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏഷ്യയിലുള്ള ഖനിജങ്ങളും ഏഷ്യയിലുള്ള പ്രകൃതി വിഭവങ്ങളും കൊള്ളയടിക്കാൻ വേണ്ടി കോഴിക്കോട്ട് കപ്പലിറങ്ങിയത്. അങ്ങനെ 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയെങ്കിലും 100 വർഷക്കാലം പോർച്ചുഗീസുകാർക്ക് കേരളത്തിന്റെ മണ്ണിൽ അടിയുറച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നതാണ് ചരിത്രം. 1600കളിൽ മാത്രമാണ് പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ എവിടെയെങ്കിലും ചെറിയ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചത്. 100 വർഷക്കാലം 1498 മുതൽ 1600 വരെയുള്ള 100 വർഷക്കാലം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഒന്നടങ്കം തന്നെ വടകരയിലും കോഴിക്കോട്ടും പൊന്നാനിയിലും എന്ന് വേണ്ട അങ്ങനെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാലുറപ്പിക്കാൻ ശ്രമിച്ച പോർച്ചുഗീസുകാരെ ഐതിഹാസികമായ സമര പോരാട്ടത്തിലൂടെ ചെറുത്തു നിന്ന ഒരു ജനവിഭാഗമാണ് യഥാർത്ഥത്തിലെ മുസ്ലിങ്ങള്. അന്ന് കോഴിക്കോട്ടെ രാജാവ് നായർ രാജാവായിരുന്നു. മറ്റൊരു ഭാഷയിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കാത്ത മറ്റൊരു രാജാവായിരുന്നു. എങ്കിലും ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി വെള്ളവംശീയക്കാർക്ക് വംശത്തിൽ പിറന്നവർക്ക് അവകാശപ്പെട്ടതാണ് ഇവിടെയുള്ള വിഭവങ്ങൾ എന്ന ഒരു മോഹവുമായി കടന്നു വന്ന ഈ വൈദേശിക ശക്തികളെ ചെറുത്തു തോൽപ്പിക്കൽ തങ്ങളുടെ മതപരമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചരിത്രത്തിലെ ഈ ശ്രദ്ധേയമായ ദൗത്യം ഏറ്റെടുക്കാൻ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നത്. പൊന്നാനിക്കാരായ സൈനുദ്ദീൻ മഖ്ദൂമുമാര് അവർ രചിച്ച പുസ്തകങ്ങൾ, അവർ മുസ്ലിങ്ങൾക്ക് വിപ്ലവകരമായ ആശയങ്ങൾ
മുസ്ലിങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് ഈ പോർച്ചുഗീസ് വെള്ള സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതാൻ നടത്തിയ ഐതിഹാസികമായ അവരുടെ രചനകൾ, ആ രചനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 100 വർഷക്കാലം വെള്ളക്കാരെ, മുസ്ലിങ്ങളെ അഥവാ പോർച്ചുഗീസുകാരെ കേരളത്തിൽ കാലുറപ്പാക്കാൻ സമ്മതിക്കാതെ മുസ്ലിങ്ങൾ തടഞ്ഞു നിർത്തിയത്. ഇതാണ് മുസ്ലിങ്ങളുടെ പാരമ്പര്യം. ഇതേ മുസ്ലിങ്ങൾ തന്നെയാണ് ഏറനാട്ടിലും വള്ളുവനാട്ടിലും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ ആധിപത്യം നടത്തിയപ്പോൾ ഇന്ത്യയിലുള്ള ഏതാണ്ടെല്ലാ നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ട് അവർക്ക് കരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ കരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തലകുനിച്ചപ്പോൾ ഏറനാട്ടിലെയും വള്ളുവ നാട്ടിലെയും മുസ്ലിങ്ങളെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്ന ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഐതിഹാസികമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടു. മുസ്ലിങ്ങളുടെ തന്നെ പൈതൃകം അവകാശപ്പെടുന്ന മൈസൂരിലെ ടിപ്പു സുൽത്താൻ മറ്റൊരു പോരാട്ടത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെ വെള്ളക്കാർക്കെതിരെ ഐതിഹാസികമായ പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നിട്ട് കൂടി ഇന്ത്യയിൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 20കളിൽ രൂപം നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ RSSന്റെ സ്ഥാപകര് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളായി മുസ്ലിങ്ങളെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. എന്താണ് മുസ്ലിങ്ങൾ ചെയ്ത അപരാധം? സ്വാതന്ത്ര്യ സമരത്തിൽ ഈ വെള്ളക്കാരെ ഈ രാജ്യത്തിൽ നിന്നും കടപുഴക്കി എറിക്കാൻ വേണ്ടി പണിയെടുത്തു എന്നതാണോ ഈ സമുദായം ചെയ്ത തെറ്റ്? ഈ ചോദ്യത്തിന് മുമ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്ര വിവരണം ശ്രദ്ധേയമായി തീരുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമുദായത്തെ ഒന്നായി കാണുന്ന, മനുഷ്യർ സമന്മാരാണ് എന്ന് പഠിപ്പിക്കുന്ന, മനുഷ്യൻ ചുർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരാശയവുമായി അവർക്ക് ചേർന്നു പോകാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ RSSന്റെ എക്കാലത്തെയും ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന ബൗദ്ധിക RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭൗതികമായ അസ്ഥിവാരമിട്ട ആ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ചിന്തകളുടെയും പ്രഭവ കേന്ദ്രമായി അറിയപ്പെടുന്ന ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിചാരധാര എന്ന് പറയുന്ന പുസ്തകം നാം വായിക്കേണ്ടി വരും. ആ പുസ്തകത്തിലെ വിചാരധാരയിലെ യഥാർത്ഥത്തിലെ ഈ RSSന്റെ സ്ഥാപകൻ കൂടിയായ ഗോൾവാൾക്കർ ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചിന്താപരമായ അടിത്തറയിട്ട ഗോൾവാൾക്കർ അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാർ ആയതുകൊണ്ട് എല്ലാവരും ഹിന്ദുക്കളാവില്ല. ഇതാണ് ഗോൾവാൾക്കറുടെ ഒരു പരാമർശം. ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ടാവില്ല. പിന്നെന്താണ് ആവാത്തത്? പൊതു മാതൃദേശത്തിന്റെ ബന്ധം മാത്രം പോരാ, പൊതു രക്തത്തിന്റെ ബന്ധം കൂടി വേണം. പൊതു മാതൃദേശത്തിന്റെ ബന്ധം മാത്രം പോരാ, പൊതു രക്തത്തിന്റെ ബന്ധം കൂടി വേണം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? RSSന്റെ ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന ഗോൾവാൾക്കർ ആ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന കേന്ദ്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന വിചാരധാരയിൽ, ആ വിചാരധാരയുടെ 84ാമത്തെ പേജിൽ, അത് 2009 എഡിഷനാണ്, മലയാളത്തിൽ വന്ന് അതിൽ അദ്ദേഹം എഴുതുകയാണ്, ഇന്ത്യൻ പൗരന്മാർ ആയതുകൊണ്ട് എല്ലാവരും ഹിന്ദുക്കളാവില്ല. എന്താണ് ഇന്ത്യൻ പൗരന്മാർ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശത്ത് ജീവിക്കുന്നവരെയാണ് നമ്മൾ ഇന്ത്യൻ പൗരന്മാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് എല്ലാവരെയും ഒരു പൊതുദേശത്തിന്റെ ബന്ധമുള്ളത് കൊണ്ട്, ഹിന്ദുക്കളായ ആളുകൾ പോലും പൊതുദേശത്തിന്റെ ബന്ധമുള്ളത് കൊണ്ട് ഹിന്ദുക്കളാവുകയില്ല, മറിച്ച് പൊതു രക്തത്തിന്റെ ബന്ധം കൂടി വേണം. അഥവാ ഒരു പ്രത്യേക രക്തത്തിൽ പിറന്നവർ മാത്രമാണ്, ഒരു പ്രത്യേക രക്തത്തിൽ പിറന്നവർ മാത്രമാണ് ഈ സവിശേഷമായ അർത്ഥത്തിൽ പരിഗണിക്കപ്പെടേണ്ട ജനവിഭാഗമെന്ന വിഷലിപ്തമായ ആശയമാണ് യഥാർത്ഥത്തിലെ വിചാരധാരയിലൂടെ ഈ ഗോൾവാൾക്കർ പങ്കുവെക്കുന്നത്. അദ്ദേഹം എന്നിട്ട് ആ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, ഒരു സിംഹത്തിന്റെയും കുറുനരിയുടെയും കഥ.
കുറുനരിയുടെയും സിംഹത്തിന്റെയും കഥ. ഒരു സിംഹത്തിന്റെ കുട്ടികൾ ഇങ്ങനെ കളിച്ചു നടക്കുമ്പോൾ എവിടെ നിന്നോ വഴിതെറ്റി വന്ന ഒരു കുറുനരി ആ സിംഹക്കുട്ടികളുടെ മുമ്പിൽ അകപ്പെട്ടു. സ്വാഭാവികമായും കുട്ടികളായതുകൊണ്ട് ആ കുറുനരിയെ അവര് സുഹൃത്തായി കൊണ്ടു നടന്നു. അങ്ങനെ അവര് കളിച്ചും ചിരിച്ചുമൊക്കെ ഒന്നിച്ചു വളർന്നു. സിംഹത്തിന്റെ പാല് കുടിച്ച് അമ്മ സിംഹത്തിന്റെ തണലേറ്റ് അമ്മ സിംഹത്തിന്റെ തണലിൽ അതിന്റെ മാതൃലാളനയില് മറ്റ് സിംഹക്കുട്ടികളോടൊപ്പം തന്നെയാണ് ഈ കുറുനരിയും വളർന്നത്. ഗോൾവാൾക്കർ പറയുന്ന കഥയാണ്. അങ്ങനെ കുറുനരി വളർന്നു, സിംഹക്കുട്ടികളോടൊപ്പം ചങ്ങാതിമാരായി ഈ അമ്മ സിംഹത്തിന്റെ പാല് കുടിച്ചിട്ടും മാതൃലാളനയേറ്റും സംരക്ഷണത്തിന്റെ തണലിലുമൊക്കെ വളർന്നു വലുതായി. ഒരു ദിവസം സിംഹക്കുട്ടികളും അങ്ങനെ ഈ കുറുനരിയുമൊക്കെ ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വലിയ ആന പ്രത്യക്ഷപ്പെട്ടു. ആന പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും കുറുനരി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വലിയൊരു മൃഗം വരുന്നു, ഒരു ജന്തു വരുന്നു, രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് കുറുനരി വേഗം തന്നെ പിന്തിരിഞ്ഞ് അമ്മ സിംഹത്തിന്റെ അടുത്തേക്ക് ഓടി. മറ്റ് സിംഹക്കുട്ടികൾ പറഞ്ഞു, കുറെ ദിവസമായി ഞങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ആനയെ ആക്രമിച്ചു എന്നതാണ് കഥ. ഈ കുറുനരി ഓടിക്കിതച്ച് അമ്മ സിംഹത്തിന്റെ അടുത്ത് വന്ന് പറയുന്നു, കാട്ടിൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ഞാൻ ഓടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ കുട്ടികളായ സിംഹക്കുട്ടികൾ എൻ്റെ കൂടെ വന്നില്ല, അവരവിടെ തന്നെ നിന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അമ്മ സിംഹം പറയുന്നുണ്ട്, എൻ്റെ പാല് കുടിച്ചിട്ടാണ് വളർന്നതെങ്കിലും നിന്റെ കുലം ആനയെ കൊല്ലാൻ മാത്രം പ്രാപ്തിയുള്ളതല്ലോ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഗോൾവാൾക്കർ ഈ കഥയിലൂടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ പാല് കുടിച്ചിട്ട് ഈ രാജ്യത്ത് ജീവിച്ചവരാണ് നിങ്ങളെങ്കിലും, ഈ രാജ്യത്തിന്റെ പാല് കുടിച്ച് വളർന്നവരാണെങ്കിലും, ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്കെതിരെയോ മറ്റാർക്കെതിരെയോ പോരാടിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കുലം ആനയെ കൊല്ലാൻ മാത്രം കരുത്തുള്ള സിംഹത്തിന്റെ കുലമല്ലാത്ത കാലത്തോളം നിങ്ങളെ യഥാർത്ഥ പൗരന്മാരായി പരിഗണിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ കുലം ഒരു ആനയെ കൊല്ലാൻ പ്രാപ്തിയില്ലാത്ത കുറുനരിയുടെ കുലത്തിൽ പിറന്നത് കൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും തന്നെ ഈ ഉയർന്ന ജാതിക്ക് പുറത്തായിരിക്കുമെന്ന് വിശേഷിപ്പിക്കാനാണ് ഗോൾവാൾക്കർ ഈ കഥ വിചാരധാരയിലൂടെ പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തില് ഇതാണ് RSS എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കഥയാണിത്. നിങ്ങളുടെ വംശം, നിങ്ങൾ ആരുടെ പാല് കുടിച്ച് വളർന്നു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ ആരെ ചങ്ങാതിമാരായി സ്വീകരിച്ചു എന്നത് പ്രശ്നമല്ല, നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് വിലപ്പെട്ട സേവനങ്ങൾ അർപ്പിച്ചാലും ശരി, ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി നിങ്ങൾ എന്തുമാത്രം ത്യാഗം സഹിച്ചാലും ശരി, നിങ്ങൾ പിറന്ന കുലം അത് സിംഹത്തിന്റെ കുലം അഥവാ സവർണന്റെ കുലമല്ലാത്ത കാലത്തോളം സവർണനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് മുസ്ലിങ്ങളോട് മാത്രമല്ല ഇന്ത്യയിലുള്ള ഹിന്ദുക്കളായ മറ്റ് ജനവിഭാഗങ്ങളെയും പഠിപ്പിക്കാനാണ് ഗോൾവാൾക്കർ ഈ കഥ ഉദ്ധരിക്കുന്നത്. ഗോൾവാൾക്കർ ഈ കഥ ഉദ്ധരിച്ചുകൊണ്ട് വംശീയതയിൽ വിശ്വസിക്കുന്ന ഒരാശയം എങ്ങനെയാണ് മനുഷ്യർ നോക്കിക്കാണുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഇതൊരു കഥ മാത്രമല്ല, ഇങ്ങനെയുള്ള നൂറുകൂട്ടം സംഭവങ്ങൾ അദ്ദേഹം വിചാരധാരയിലൂടെ തന്നെ പല പല കഥകളിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരുപാട് കാലം ജീവിച്ചു എന്ന കാരണത്താൽ മാത്രം എല്ലാവരെയും ഇന്ത്യൻ പൗരന്മാരായി പരിഗണിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ഒരിക്കലേ ഒരു സംസാരത്തിനിടയിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എത്ര കാലം ജീവിച്ചാലാണ് അയാൾ ഈ സ്ഥാനത്ത് വരിക എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾവാൾക്കർ ഇങ്ങനെ പല സന്ദർഭത്തിൽ ഈ കഥകൾ പല സ്വഭാവത്തിൽ പറയുന്നുണ്ട്. അനാദികാലം മുതൽ നാം പാവനമായി കരുതുന്ന നമ്മുടെ മാതൃഭൂമിയോടുള്ള ഉജ്ജ്വലമായ ആരാധനയാണ് ആദ്യം ആവശ്യം. ആ അമ്മയുടെ മക്കളാണ് നാമെല്ലാം എന്ന
ബോധത്തിൽ നിന്ന് ഉയരുന്ന കൂട്ടായ്മയും സാഹോദര്യവുമൊക്കെയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്ന അതേ ആൾ തന്നെയാണ് ജനിച്ച കുലം വ്യത്യസ്തമാണ് എങ്കിൽ, രക്തം വ്യത്യസ്തമായതാണെങ്കിൽ, ദേശബന്ധം കൊണ്ട് മാത്രം ഒരാൾക്കും സവിശേഷത അവകാശപ്പെടാൻ സാധ്യമല്ല. ആ രക്തമാണ് പ്രധാനമെന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ഇനിയും ഗോൾവാൾക്കറുടെ ഒരുപാട് സംഭവങ്ങൾ ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാൻ പറ്റും. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ പിറന്നയാളെ അയാളെ ബഹുമാനിക്കുക എന്നതും അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നതും ബ്രാഹ്മണന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതുമാണ് യഥാർത്ഥത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലുള്ള എല്ലാവരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സേവനമെന്ന സ്വഭാവത്തിലാണ് അദ്ദേഹം ആശയം അവതരിപ്പിക്കുന്നത്. ഇതാണ് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് രൂപം കൊണ്ട നാളിൽ തന്നെ ഇന്ത്യയുടെ ആജന്മ ശത്രുക്കളായി ബ്രിട്ടീഷുകാരെയല്ല എണ്ണിയത്, മുസ്ലിങ്ങളെയാണ് എണ്ണിയത്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നക്കാർ, ഇന്ത്യയുടെ കണ്ണിലെ കരട് മുസ്ലിങ്ങളാണ്. രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ. ഇവരെ മുഴുവനും തന്നെ ഈ രാജ്യത്ത് നിന്ന് പുറന്തള്ളണം. കാരണം ഈ മൂന്ന് ആശയങ്ങളും മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സവർണ വംശീയതയെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലെ കടപിടിക്കേറിയാൻ പറ്റുന്ന ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വംശീയതയെ കടപിടിക്കേറിയുന്ന ആശയങ്ങൾ മുഴുവനും തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവിടെ ഉണ്ടായത്. ഈ പ്രത്യയശാസ്ത്രം തന്നെയാണ് ഇന്ന് നമ്മുടെ മഹത്തായ രാജ്യത്തെ വംശീയ ഉന്മൂലനത്തിന് അനുകൂലമായ ഒരു മണ്ണ് ഒരുക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ പ്രത്യേകത, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സവർണ ഫാസിസ്റ്റുകളാണ്. ഈ സവർണ ഫാസിസ്റ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് വളരെ ആസൂത്രിതമായി ഒരു ജനസൈഡിന് വേണ്ടി, വംശീയ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യ മതേതര രാജ്യമല്ലേ? ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലേ? ഇന്ത്യയിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളില്ലേ? വ്യത്യസ്തമായ സാംസ്കാരിക കൂട്ടായ്മകളില്ലേ? എന്നിട്ടും ഇവിടെ വംശീയ ഉന്മൂലനം സംഭവിക്കുമോ എന്ന് ആലോചിക്കുന്നവരുണ്ടാകാം. പക്ഷേ അക്കാദമിക രംഗത്ത് ഗവേഷണം നടത്തിയ ഒരുപാട് ചിന്തകന്മാരെ പലപ്പോഴും ഇന്ത്യ പോകുന്ന പോക്കിനെ കുറിച്ച്, ഇന്ത്യ പോകുന്ന പോക്കിൽ ഭയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സവിശേഷമായി വംശീയതയെ കുറിച്ച് പഠിച്ച ചില ചിന്തകന്മാർ, പ്രത്യേകിച്ച് ചില റുവാണ്ടയിൽ നടന്ന വംശീയ ഉന്മൂലനത്തെ കുറിച്ച് 1994 ഏപ്രിൽ 15-നും ഏപ്രിൽ 7-നും ജൂലൈ 15-നും ഇടയിലുള്ള 3 മാസവും ഒരാഴ്ചയും നീണ്ടു നിൽക്കുന്ന കാലയളവിനുള്ളിൽ മാത്രം റുവാണ്ടയിലെ ന്യൂനപക്ഷമായ ടുട്സു ജനവിഭാഗത്തിന് നേരെ അവരിൽപ്പെട്ട 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ആളുകളെ 3 മാസം കൊണ്ട് വംശീയമായി ഉന്മൂലനം ചെയ്യാന് റുവാണ്ടയിലെ വംശീയ ഭ്രാന്തന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വംശീയ ഉന്മൂലനത്തിന് മുമ്പ്, ഈ വംശീയ ഉന്മൂലനം സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടെ വംശീയ ഉന്മൂലനം സംഭവിക്കുമെന്ന് റുവാണ്ടയിലെ ഭരണകൂടത്തെ മുന്നറിയിപ്പ് നൽകിയ ചില അക്കാദമിക വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുന്നറിയിപ്പ് കേട്ടപ്പോൾ റുവാണ്ടയിലെ ജനങ്ങളും കരുതിയത് ഇവിടെ വംശീയ ഉന്മൂലനം നടക്കൂല എന്നാണ്. പക്ഷേ ഒരു 3 മാസ കാലയളവിനുള്ളിൽ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനവിഭാഗങ്ങളെ വംശീയമായി റുവാണ്ടയിൽ മാത്രം ഉന്മൂലനം ചെയ്തു എന്നത് വളരെ സമീപകാലത്തുള്ള നമ്മുടെ ചരിത്രമാണ്. ഇതിന് സമാനമായ സ്വഭാവത്തിൽ തന്നെയാണ് ഇന്ത്യയിലും കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു സംഭവവികാസങ്ങളെയും ഇവിടെയുള്ള ഒരു പ്രത്യേക ജനവിഭാഗത്തിനെതിരെയുള്ള വളരെ ആസൂത്രിതമായ നീക്കമായി ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് യുദ്ധമായാലും സമാധാനമായാലും എന്തായാലും ശരി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് നടക്കുന്നത്. ആ വംശീയമായ ബോധം ഇന്ത്യയിലുള്ള പല ആളുകളുടെയും സിരകളിലൂടെ, അത് മതേതര പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും, കേരളത്തെ കുറിച്ച് നമുക്കറിയാം. കേരളം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ 8 വർഷത്തോളമായി, 8 വർഷത്തിലധികമായി ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്.
കേരളം എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനെതിരെ ഏറ്റവും ആർജവമുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. എന്നിട്ടും ഇന്ത്യയിൽ ഒരു മുസ്ലിമിനെ നേരിടുമ്പോഴും സാധാരണഗതിയിൽ മറ്റുള്ളവരെ നേരിടുമ്പോഴും സ്വീകരിക്കുന്ന സമീപനങ്ങൾ, പോലീസുകാർ തന്നെ സ്വീകരിക്കുന്ന സമീപനങ്ങൾ നമുക്കറിയാം. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു പരിപാടിയിൽ, ഒരു മുസ്ലിം സംഘടന നടത്തിയ ഒരു പരിപാടി 10 മണി കഴിഞ്ഞപ്പോഴേക്കും, ആ 10 മണി കഴിഞ്ഞ ഒരു പരിപാടി നമുക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്ന ഒരു ഇൻഡോർ പരിപാടിയിൽ പ്രസംഗം നടക്കുമ്പോൾ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം പരമാവധി നമ്മൾ പാലിക്കണം. ഒരു 5 മിനിറ്റ് വൈകുമ്പോഴേക്കും അത് സാധാരണഗതിയിൽ പെരുമാറുന്നത് പോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയായിരുന്നു അതെങ്കിൽ, കോൺഗ്രസിന്റെ പരിപാടിയായിരുന്നു അതെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ പരിപാടിയായിരുന്നു അതെങ്കിൽ പോലീസ് ഈ സ്വഭാവത്തിൽ പെരുമാറുമായിരുന്നോ? ഒരു മുസ്ലിം സംഘടനയുടെ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി നടത്തിയ സ്റ്റേജിലേക്ക് ആക്രോശത്തോടുകൂടി അവരെ മുഴുവനും തന്നെ അപമാനിക്കുന്ന സ്വഭാവത്തിൽ ഇരച്ചു കയറാൻ മാത്രം അവിടെ എന്താ ഭീകരപ്രവർത്തനമോ, ഭീകരപ്രവർത്തകർ ഒളിച്ചിരുന്ന താവളറ്റോ മറ്റോ ആണ്? യുദ്ധം നടക്കുന്നത് അതിർത്തിയിലാണ്. പക്ഷെ യുദ്ധം ഇവിടെ സ്റ്റേജിൽ നടത്തിക്കളയാമെന്ന് തീരുമാനിച്ചപ്പനെ പോലെയാണ് നമ്മുടെ പോലീസുകാർ പെരുമാറിയത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതൊരൊറ്റപ്പെട്ട ഉദാഹരണമല്ല. കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും RSS എന്ന് പറയുന്ന വിഷലിപ്തമായ ഒരാശയം കഴിഞ്ഞ 1 നൂറ്റാണ്ടുകളായി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലിനമായ ആശയങ്ങൾ തലയിൽ കൊണ്ട് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വിളയാട്ടമായി, അവരിങ്ങനെ വിളയാടുന്ന ഒരു പ്രദേശമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥത്തിലെ നമ്മുടെ അനുഭവം. കേരളം ഇങ്ങനെ മാറിയത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ എത്ര മുസ്ലിങ്ങളാണ് തെരുവിൽ, ബസ്സിൽ നിന്ന് വലിച്ചിറക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്നവര്, തീവണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി കൊല ചെയ്യപ്പെടുന്നവർ. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ മംഗലാപുരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടതിന്റെ കാരണം എന്താണ്? ആ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെയുള്ള നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും അതൊരു വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു വന്നോ? നമ്മുടെ കേരളത്തിലെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട്. വൈകുന്നേരമായാൽ അവരുടെ പ്രധാനപ്പെട്ട പണി TV, ഈ ടെലിവിഷൻ കേന്ദ്രങ്ങളിൽ ഇരുന്നിട്ട് ലോകത്തുള്ള ഏതാണ്ടെല്ലാ വിഷയങ്ങളെ കുറിച്ചും വിടുവായത്തം പറയലാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിലെ അഷ്റഫ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ സംഘപരിവാറിന്റെ ഗുണ്ടകൾ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ, ഒരു അപരാധവും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ നടുറോഡിൽ വെച്ച് കൊല ചെയ്തപ്പോഴേ ഇവിടെ ഒരു പ്രശ്നമായില്ല. മുസ്ലിമിന്റെ രക്തം, മുസ്ലിമിനെ ഇവിടെ വെച്ചും ആളുകൾക്ക് എന്തും ചെയ്യാമെന്ന ഒരു മനോഭാവത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RSSന്റെ ഉത്ഭവം മുതൽ മുസ്ലിമിനെ ആജന്മ ശത്രുക്കളായി പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർ വളർത്തിയെടുത്ത ഒരു മനോഘടന ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ലവ് ജിഹാദിനെ കുറിച്ചുള്ള സംസാരം ഇവിടെ നടന്നപ്പോൾ, എന്തിനധികം ഇടതുപക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പുറത്തെ കുട്ടികളെ SSLCയിൽ പാസ്സാകുന്നത് കണ്ടപ്പോഴേ അവർ കോപ്പിയടിച്ച് പാസ്സാകുന്നവരാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും ഈ കേരളത്തിലെ മതേതര ഇടതുപക്ഷത്തിന്റെ സാരഥിയും മുഖ്യമന്ത്രിയുമായ ഒരാളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരെയുള്ള ഇസ്ലാമോ ഫോബിക്കായ ആശയം നമുക്ക് ഊഹിക്കാൻ പറ്റും. മലപ്പുറത്തെ കുട്ടികളെ വീണ്ടും വിജയം ആവർത്തിച്ചുകൊണ്ട് അതുപോലെയുള്ള ആളുകളുടെ കരണത്തെ ആവർത്തിച്ച് പ്രഹരമേൽപ്പിക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവർ ഈ വർഷവും ആ വിജയം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾ ജയിക്കുമ്പോഴേക്കും അത് കോപ്പി അടിച്ചിട്ടാണ്. ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള പ്രചരണങ്ങൾ, ഇവിടെ മതം മാറിക്കൊണ്ട് വിവാഹം നടക്കുന്നത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മാത്രമാണ്. മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിങ്ങളല്ലാത്ത പുരുഷന്മാരെ വിവാഹം ചെയ്യുന്നുണ്ട്.
ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ വിവാഹം ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൊക്കെ സ്വന്തം വീടുപേക്ഷിച്ചും തങ്ങളെ പോറ്റി വളർത്തിയ മാതാക്കളെ മറന്നുകൊണ്ടുമൊക്കെ കാമുകന്മാരുടെ കൂടിയൊക്കെ ഓടിപ്പോവുകയും രജിസ്റ്റർ വിവാഹം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമായ സംഭവങ്ങളാണ്. കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാര് മിശ്ര വിവാഹം ചെയ്തവരാണ്. RSSന്റെ തന്നെ സംഘപരിവാറിന്റെ തന്നെ പ്രവർത്തകര്, BJPയുടെ തന്നെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ മിശ്ര വിവാഹം ചെയ്ത ആളുകളെ കാണാൻ പറ്റും. വിവാഹത്തിനും പ്രണയത്തിനുമൊന്നും മതത്തിന്റെയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ സാമ്പത്തിക ഘടനയുടെയോ ഒന്നും വേലികളില്ല. അതൊക്കെ പൊളിച്ചു മാറ്റുന്നു എന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെ സ്വാഭാവികമായ ചില വിവാഹങ്ങൾ നടന്നപ്പോഴേക്കും കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്ന പ്രചാരണം ഇവിടെ ഉണ്ടായി. ആ പ്രചാരണം വാർത്താ മാധ്യമങ്ങൾ ഒന്നടങ്കം തന്നെ ഏറ്റെടുത്തു. അങ്ങനെ വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ വരെ, ഞാൻ ഓർത്തുപോവുകയാണ് ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥ. വിദ്യാസമ്പന്നമായ മെഡിക്കൽ ബിരുദം നേടിയ ഒരു പെൺകുട്ടി പോലും മതം മാറിയപ്പോൾ ആ മതം മാറ്റത്തെ പോലും വളരെ ഭീകരമായി നേരിടാന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് അന്ന് മുന്നോട്ട് വന്നത്. ഹാദിയയുടെ മാതാപിതാക്കളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായിട്ട് പോലും സ്വന്തം മകളുടെ ആത്മാർത്ഥമായ വിശ്വാസത്തെ തിരിച്ചറിയുന്നതിന് പകരം അതിനെയൊക്കെ ഏതോ അർത്ഥത്തിലുള്ള ജിഹാദായിട്ട് അങ്ങനെ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിച്ചത്. വസ്ത്ര ജിഹാദ്. ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികളെ അവര് മാന്യമായ വസ്ത്രം ധരിക്കുന്നതിൽ ആർക്കെന്താണ് പ്രശ്നം? അവര് മാന്യമായ വസ്ത്രം ധരിക്കുമ്പോഴേക്കും അത് വസ്ത്ര ജിഹാദായി. മുസ്ലിങ്ങൾ പർദ്ദയിട്ടാൽ പ്രശ്നം, മുസ്ലിങ്ങൾ തലമറച്ചാൽ പ്രശ്നം. അവര് ഹലാലായ ഭക്ഷണം കഴിക്കുന്നത് ഹലാൽ ജിഹാദായി. ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അനുവദനീയമായ ഭക്ഷണം. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ അത് ഹറാമാ. അനുവദനീയമായ ഭക്ഷണം, അനുവദനീയമായ ഭക്ഷണങ്ങളുടെ കാറ്റഗറിയിൽ പെടാത്ത ചിലതുണ്ട്. കള്ളതിൽ പെടില്ല, പന്നി മാംസം അതിൽ പെടില്ല, മറുക്കാതെ ചത്ത ജീവികളുടെ മാംസം അതിൽ പെടില്ല, അതുപോലെ തന്നെ അപഹരിച്ച ഭക്ഷണം പെടില്ല. ഇങ്ങനെ ചിലതൊക്കെ ഉണ്ട്. ഇതൊക്കെ മുസ്ലിങ്ങൾ വർജിക്കുന്നത് കൊണ്ട് ഒരു ജനവിഭാഗം സ്വന്തം വിശ്വാസത്തിന്റെയും ആശയത്തിന്റെയും ഭാഗമായി ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നില്ല എന്നത് ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമാകേണ്ടതുണ്ടോ? പക്ഷെ അതുപോലും പ്രശ്നമായി അത് ഹലാൽ ജിഹാദായി, ജോബ് ജിഹാദ്. മുസ്ലിങ്ങളെ ഇന്ത്യയിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മുസ്ലിങ്ങൾ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗമാണ് എന്ന് കണക്കുകൾ പുറത്തു വന്നു. ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ അവരുടെ പണമെടുത്ത് ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, IAS കോച്ചിങ് സെന്ററുകൾ ഉണ്ടാക്കി. അവരെ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ എത്തിക്കാൻ വേണ്ടി സവിശേഷമായ ട്രെയിനിങ് ക്യാമ്പുകളും അതുപോലെ തന്നെ പരിശീലന പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ കേന്ദ്ര സർവകലാശാലകളിലും മറ്റുമൊക്കെ മുസ്ലിങ്ങൾ എത്തുമ്പോഴേക്കും അത് ജോബ് ജിഹാദായി, വിദ്യാഭ്യാസ ജിഹാദായി. ഈ ജിഹാദിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് ഇടതുപക്ഷത്വം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവായ സഖാവ് എളമരം കരീമിനെ പോലെയുള്ളവർ വരെ ഇതൊക്കെ പ്രസംഗിക്കുന്ന വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ ലഭിക്കും. എന്ന് പറഞ്ഞാല് RSS സൃഷ്ടിക്കുന്ന ഇസ്ലാമോഫോബിയെ കടമെടുത്തിട്ട് അതിനേക്കാൾ തീവ്രമായ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വരെ ശ്രമിക്കുന്നതെങ്കിൽ ഗുജറാത്തിന്റെയും UPയുടെയും ബീഹാറിന്റെയും കഥ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഈ സ്വഭാവത്തിൽ ഒരു ജനതയെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് എല്ലാത്തിനും തുപ്പൽ ജിഹാദ്. മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പുന്നു, മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയും. മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ ഊതാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരാശയമാണ് ഇസ്ലാമിന്റെ ആശയം. ചൂടുള്ള ചായ പോലെ ഊതാൻ പാടില്ല എന്ന് പഠിപ്പിക്കുക. എന്നിട്ടാണ് ഭക്ഷണത്തിൽ തുപ്പുന്നു, ഊതാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരാശയത്തെ ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ചിട്ട് ഇവിടെ, കാരണം കഴിഞ്ഞ 100 വർഷമായി മുസ്ലിങ്ങളെ പ്രതിഷ്ഠാനത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ സവർണ പ്രസ്ഥാനത്തിന് അനുകൂലമായ ഒരു ഭൂമിക ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള എന്തിനേയും ഈ സ്വഭാവത്തിൽ ചിത്രീകരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ
ആ കൊലപാതകം പലരുമാകും. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. മതം നോക്കിക്കൊണ്ടൊന്നും ആളുകൾ കൊലപാതകം ചെയ്യുന്നത്. എല്ലാ മതത്തിലും ഒരാൾ മതം എന്ന് പറഞ്ഞാല് പിറന്നുപോയ ഒരു വിശ്വാസ പ്രമാണം മാത്രമാണ് മതം. ആ മതം പ്രാക്ടീസ് ചെയ്യുന്നവരല്ല എല്ലാവരും. അങ്ങനെയുള്ള കൊലപാതകരുടെ കൂട്ടത്തിലും ദുർനടപ്പുകാരുടെ കൂട്ടത്തിലും എല്ലാ മതജന വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടാകും. എന്നാൽ മുസ്ലിമായി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെയുള്ള TV ചാനലുകളിലും അതുപോലെ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുടെ കമന്റ് ബോക്സിലുമൊക്കെ നുരഞ്ഞു പതയുന്ന കമന്റുകൾ മാത്രം വായിച്ചാലേ കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന ഇസ്ലാമിനോടുള്ള വംശീയ മുൻവിധിയുടെ ആഴം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് ഒരു 100 കൂട്ടം ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഇവിടെ പറയാനുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും അരുതായ്മ ചെയ്താൽ അവൻ ഭീകരനാകും. ഇതേ പ്രവൃത്തി മറ്റൊരാൾ ചെയ്താല് മാനസിക ശൂന്യതയുള്ള, മാനസികമായ ബുദ്ധിപർവമുള്ള ആളുകൾ. നമുക്കറിയാം, കേരളത്തില് നമുക്ക് ഒരു ക്ഷേത്രത്തില് ഈ ഫലസ്തീനിലെ പോരാട്ടം നടക്കുന്ന പശ്ചാത്തലത്തിൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു യുവാവ്, അയാള് അവിടെ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് ആളുകളെ കൊല ചെയ്തപ്പോൾ ആ കൊലപാതകത്തിന്റെ വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെ ഫലസ്തീന് ഹമാസുമായും ആ ഹമാസിനെ പിന്തുണക്കുന്നവരുമായും ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഉളുപ്പില്ലാതെ ടെലിവിഷന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് ഒരുപാട് കാലം ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഒരു മാന്യ പത്രപ്രവർത്തകനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേരിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത്രത്തോളം വിഷമമുണ്ട്. മതേതരത്വത്തിന്റെയും മതേതര പോരാട്ടത്തിന്റെയും മുന്നണിയിൽ നിൽക്കുന്ന ഒരാൾ ഇത് വിളിച്ചു പറഞ്ഞു. TV ചാനലുകൾ മുഴുവനും തന്നെ ഇത് ഏറ്റെടുത്തു. കേരളത്തിലെ ഏതോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തെ ഓൺലൈനിലൂടെ ഹമാസിന്റെ ഒരു നേതാവ് അഭിമുഖീകരിച്ചതുമായി ഈ മാർട്ടിൻ ചെയ്ത കൊലപാതകത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് കഥകൾ പുറത്തു വന്നു. ഭാഗ്യത്തിനാണ് മാർട്ടിനെ പിടികൂടാൻ സാധിച്ചതും അദ്ദേഹം കുറ്റം സമ്മതിച്ചതും. അല്ലെങ്കിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാര് ഈ ബോംബ് സ്ഫോടനത്തിന്റെ പാപഭാരം ഏറ്റെടുത്തിട്ട് ബാംഗ്ലൂരിലെയും കോയമ്പത്തൂരിലെയും അതുപോലെയുള്ള പല സംസ്ഥാനങ്ങളിലെയും ജയിലുകളിലെ നരക ജീവിതം നയിക്കുന്നുണ്ടാകുമായിരുന്നു. നമുക്കറിയാം, പരപ്പനങ്ങാടിയിൽ സക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 16ഓ 15ഓ വയസ്സുള്ള കാലത്താണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത്. ഇന്നും ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇന്ത്യയുടെ തടവറകളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം പ്രസ്ഥാനങ്ങളെ പെട്ടെന്ന് നിരോധിക്കാനും അതിന്റെ നേതാക്കന്മാരെ മുഴുവനും തന്നെ ഒരൊറ്റ ദിനം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് പിടിച്ചുകൊണ്ടു പോകാനും ജയിലിലടക്കാനും ഇന്ത്യയിലെ സംഘപരിവാറിന് സാധിക്കുന്നത്. അങ്ങനെ സംഘപരിവാർ ചെയ്യുമ്പോൾ മനുഷ്യാവകാശത്തെ കുറിച്ചും അതുപോലെ തന്നെ മൗലികാവകാശത്തെ കുറിച്ചും സംസാരിക്കുന്ന മതേതര പ്രസ്ഥാനങ്ങളിൽ ഒന്നുപോലും അതിനെതിരെ വിരൽ ചൂണ്ടാതിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗത്തിനെതിരെ വംശീയ മുൻവിധി അത്രത്തോളം രൂഢമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള എത്രയോ സംഭവം. നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ അണിചേർന്ന കോഴിക്കോട്ടുകാരനായ അലൻ ഷുഐബ്, ഈ സംഭവങ്ങളൊക്കെ എത്ര വേഗമാണ് മീഡിയകളെ അതിന് മുസ്ലിം താല്പര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം തുടരുകയാണ് എങ്കിൽ ഒരു മുസ്ലിമിനെ എവിടെ വെച്ചും ആർക്കും ആക്രമിക്കാം, ഒരു മുസ്ലിമിനെ എവിടെ വെച്ചും ആർക്കും കൊല ചെയ്യാം, ഒരു മുസ്ലിമിന്റെ ദേശസ്നേഹത്തെ ഏത് സന്ദർഭത്തിലും ഒരാൾക്ക് ചോദ്യം ചെയ്യാം. ഒരു മുസ്ലിം പ്രസ്ഥാനത്തെ ഭരണകൂടത്തിനും പോലീസിനും എന്തും ചെയ്യാമെന്ന ഒരു നിലപാട്, ഒരു മനോഭാവം ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ ഈ മനോഭാവം തടുക്കാനും ഈ മനോഭാവത്തിനെതിരെ അതിശക്തമായ ചില പ്രചാരണ പരിപാടികളും നീക്കങ്ങളും ചെയ്യുന്നിടത്ത് നാം പരാജയപ്പെടുകയാണ് എങ്കിൽ ഇന്ത്യ റുവാണ്ടക്ക് സമാനമായ വംശീയ ഉന്മൂലനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സോളിഡാരിറ്റി ആശങ്കപ്പെടുന്നത്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാവുക എന്ന് പറഞ്ഞുകൊണ്ട് സോളിഡാരിറ്റി തെരുവുകളിൽ ജനതയെ അഭിമുഖീകരിക്കുന്നത്. ഈ വംശ
വംശീയമായ മുൻവിധിയെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ വംശീയമായ ആശയങ്ങൾ എത്ര നമുക്ക് പിടിതറിയാൻ സാധിക്കണം. മനുഷ്യരെ ഒന്നായി കാണാത്ത, മനുഷ്യരെ ഒരേ സമതലത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സർവ പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യവിരുദ്ധമാണ് എന്നും ആ മനുഷ്യവിരുദ്ധം പ്രത്യയശാസ്ത്രത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണ് സവർണ ഫാസിസ പ്രസ്ഥാനമെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഫാസിസവുമായി പകൽ വെളിച്ചത്തിൽ യുദ്ധം ചെയ്യുകയും രാത്രി ഫാസിസവുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കപട ഇടതുപക്ഷത്തിനോ മറ്റ് മനേതര പ്രസ്ഥാനങ്ങൾക്കോ ഈ വംശീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സേനയും അദ്ദേഹവും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല അനുഭവങ്ങളോട് പറയാൻ പറ്റും. പക്ഷേ ഈ വേദി സംഘപരിവാറിന്റെ വംശീയതയെ തുറന്നു കാട്ടുന്ന വേദിയായതുകൊണ്ട് മാത്രം, ഈ വേദിയുടെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് മാത്രം അത്തരം വിഷയങ്ങളിലേക്കുള്ള എന്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. അവൾ പകൽ നേരങ്ങളിലെ RSSനെതിരെ ശബ്ദിക്കുകയും രാത്രി നേരങ്ങളിൽ വംശീയ പ്രസ്ഥാനത്തിന്റെ കൂട്ടാളികളായി മാറുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ മതേതര നാട്യക്കാരനായി അഭിനയിക്കുന്ന SNDPയുടെ പ്രസിഡന്റിന് വരെ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിങ്ങളെ കുറിച്ച് എന്തും വിളിച്ചു പറയാമെന്ന അവസ്ഥ വന്നത്. ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കേസ് ഉണ്ടാവില്ല. മുസ്ലിങ്ങളെ കുറിച്ച് എന്തും വിളിച്ചു പറയാം. മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നാക്കമാണ്. മുസ്ലിങ്ങൾ സർക്കാർ ജോലിയിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗമാണ്. മുസ്ലിങ്ങൾ 24% അധികം വരുന്ന ഈ ജനവിഭാഗത്തിന് ആനുപാതികമായ പ്രാതിനിധ്യം പാർലമെന്റിലില്ല, നിയമസഭയിലില്ല, മന്ത്രിസഭയിലില്ല, സർക്കാർ എയ്ഡഡ് കോളേജുകളുടെ എണ്ണത്തിലില്ല, എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണത്തിലില്ല, സെൽഫ് ഫൈനാൻസ് കോളേജുകളുടെ എണ്ണത്തിലില്ല, ഒന്നിനുമില്ല എന്നത് പകൽ വെളിച്ചം പോലെ യഥാർത്ഥമായിട്ട് കൂടി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വായിക്ക് തോന്നുന്നത് മുഴുവനും തന്നെ വിളിച്ചു പറയുന്ന ആൾ ഏഴരക്കിടക്ക് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസ്താവന നടത്തുമ്പോൾ, മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുമ്പോൾ അവർക്കെതിരെ ഒരു ചെറിയ നീക്കം പോലും ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവാത്തത് മുസ്ലിങ്ങൾ ഒരു ചാഞ്ഞ മരമാണ് എന്നും ആർക്കും അതിന്റെ മുകളിൽ വലിച്ചു കയറി കളയാമെന്നും ചില ആളുകൾ കരുതുന്നത് കൊണ്ടാണ്. ഈ ഒരു ധാരണയെ തിരുത്തിക്കൊണ്ടും വംശീയ പ്രത്യയശാസ്ത്രത്തിന്റെ അപകടങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടും ചരിത്രത്തിലൂടെ മുന്നോട്ട് പോവുക എന്നത് നമ്മുടെ ഒരു ദൗത്യമാണ്. ഇതൊരു മഹാസമരം കൂടിയാണ്. നിങ്ങൾ അടിമത്തത്തിന്റെ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, വിനീത വിധേയദാസന്മാരായി ജീവിക്കാൻ നിർബന്ധിതരായി തീരുമ്പോൾ, മുട്ടുമടക്കി കുഞ്ഞിന് നിൽക്കുന്നതിന് പകരം നിവർന്നിരുന്നുകൊണ്ട് ചോദ്യം ചെയ്യാൻ ആരൊക്കെ മുന്നോട്ട് വരുമോ അവർക്ക് മാത്രമേ ചരിത്രത്തെ തിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞവരാണ് സോളിഡാരിറ്റി. അതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിന് പകരം, സംഘപരിവാറിനെ വിടുവേല ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ ആജ്ഞാനുസാരികളായി കീഴടങ്ങുന്നതിന് പകരം അതിജീവനത്തെ കുറിച്ച് സംസാരിക്കുന്ന, ദൈവവിശ്വാസത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ രാജ്യത്തെ കർമ്മനിരതരാവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു യൗവനം എന്ന അർത്ഥത്തിലാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഭയന്ന് വിറക്കുന്നതിന് പകരം ഭീകരന്മാരെയും അതുപോലെ തന്നെ മർദ്ദകരായ ഭരണകൂടത്തെയും ആ ഭരണകൂടത്തിന് വേണ്ടി വിടുവേല ചെയ്യുന്ന ബ്യൂറോക്രാറ്റുകളെയും കണ്ട് ഭയന്ന് വിറക്കുന്നതിന് പകരം ചരിത്രത്തിലെ ദുർബലരായ എണ്ണത്തിൽ പരിമിതമായ ജനവിഭാഗം വരെ അതിജീവന പോരാട്ടത്തിലൂടെ ചരിത്രം തിരുത്തിയിട്ടുണ്ട് എന്ന മഹാപാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് ഈ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഈ സഞ്ചാരത്തെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നും ഈ സഞ്ചാരത്തെ നിങ്ങളുടെ മാറോട് ചേർത്ത് പിടിക്കണമെന്നും ഇതിന്റെ ഭാഗമാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.